ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി റെഡിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഇത് റൂബി, ഇത് ശരിക്കുള്ള നല്ല മജന്ത കളറ് റൂബി എന്ന് വെച്ചാൽ ശരിക്കുള്ള റൂബിയുടെ സ്റ്റോണിനേക്കാളും നല്ല കളറ് വരുന്ന റൂബി. ഇനി ഇത് കണ്ടോ, അതിൻ്റെ മേലിൽ നമ്മളെ പണ്ടത്തെ നാടൻ ബൊഗൈൻവില്ല പടർന്ന് കിടന്ന് പൂത്തേക്കുന്നത്. ഈ ഗ്രാഫ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗ്രാഫ്റ്റ് തണ്ട്. ഈ നല്ല റൂട്ട് സ്റ്റോക്കിലോട്ടാണ് ഇത് വച്ച് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഈ ചെറിയ കമ്പില്ലേ, ഇതാണ് റൂബിയുടെ പ്ലാന്റ്. ഇതിനെ ഇവരിവിടെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തേക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ സൈഡിൽ ചെയ്തിരുന്ന ഗ്രാഫ്റ്റ് ഇളകിപ്പോയി. അപ്പോൾ ഇതെന്ന് പറയണത് നമ്മുടെ പഴയ നാടൻ ഈ റൂട്ട് സ്റ്റോക്കില്ലേ, അതിൻ്റെ അകത്ത് നിന്ന് തിളിർത്ത് വന്ന് മീൻസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ താഴന്ന് വന്ന ഒരു സാധനമാണ്. കണ്ടോ, ഇതിന് ഒന്നും ചെയ്യില്ല, വന്നൊരു സാധനമാണ്. ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കട്ട് ചെയ്ത് കളയേണ്ടതായിരുന്നു. ഇത് വളർന്നു വന്ന സമയത്തൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചുമില്ല, കണ്ടുമില്ല. എന്നുവെച്ചാൽ ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യാനായിട്ട് അപ്പുറത്തോട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. എന്നിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് ഇപ്പം മണ്ടയിൽ കുറച്ച് നാളിന് മുന്നേ മണ്ടേ കയറ്റി ഇങ്ങോട്ടത്തേക്ക് മാറ്റിയപ്പോഴാണ് കണ്ടത്. അപ്പോഴേക്കും തന്നെ ഇതിൽ നിറയെ പൂക്കളുമായി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂക്കൾ കാരണം നമുക്ക് അവിടെ ഗ്രാഫ്റ്റ് ചെയ്യാനും പറ്റിയില്ല. മീൻസ് അവിടെ ഗ്രാഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ പൂ നിൽക്കുന്ന തണ്ടിനെ വെട്ടി ഗ്രാഫ്റ്റ് ചെയ്യാനും തോന്നിയില്ല. എന്നാൽ നോക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് റൂബി പൂത്ത് തുടങ്ങുന്നു. റൂബിയുടെ ഫ്ലവേഴ്സ് ആദ്യം കാണുമ്പോഴേ നല്ല ഭംഗിയും ഭയങ്കര റെഡിഷുമാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വ്യത്യാസം. എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂബിയുടെ സംഭവം റൂബി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റൂബിയുടെ പൂ വരുന്നതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിനെ അധികം ശല്യപ്പെടുത്താൻ തോന്നിയില്ല. പിന്നെ റൂബിയുടെ പൂവിനെ അധികം ശല്യപ്പെടുത്താൻ തോന്നിയില്ല. എന്നാൽ മറ്റേ പൂവിൻ്റെ ആ ഒരു തണ്ടിനെ ഇവിടെ വെച്ച് വെട്ടിക്കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, എത്ര ശിഖരങ്ങളിൽ നിന്ന് ആ പൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ഞാൻ കണ്ണും പൂട്ടി വെട്ടാൻ പോവാണ്. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തിന് കേടാണ്. ഈ ഗ്രാഫ്റ്റിൻ്റെ താഴ്ന്ന് വരുന്നതേ ഇതാണ് ഗ്രാഫ്റ്റ്. കണ്ടോ, ഈ നേരെ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. ഇതാണ് ഗ്രാഫ്റ്റ്, ഇതാണ് ആ ഗ്രാഫ്റ്റ്. ഇതിൻ്റെ താഴെന്ന് വന്നേക്കുന്ന ഈ തണ്ടിലാണ് ഇപ്പം നിറയെ ബഡ് പൂ നിൽക്കുന്നത്. ഇതിലും നിറയെ പൂനിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അത് ആ റൂബിയുടെ ആ ഒരു തണ്ടിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. കണ്ടോ, റൂബി എന്ന് പറഞ്ഞാൽ ഇത്ര സ്റ്റൈല് പൂക്കളാണ്, നല്ല രസമുള്ള പൂക്കളാണ്. മാത്രമല്ല നല്ല കളറാണ് ഒരു രക്ഷയില്ലാത്ത. ഈ പറയുന്ന പോലെ നമ്മുടെ റൂബി സ്റ്റോണില്ലേ, അതിനേക്കാളും ഒരു 2 ഇരട്ടി ഡാർക്ക്. പക്ഷേ ആ റൂബി മജന്ത ഷെയ്ഡ് എടുത്ത് നിൽക്കും. അതിൻ്റെ നടുക്ക് ഈ റെഡിൻ്റെ മറ്റേ പൂമ്പൊടി പോലത്തെ ആ ഫ്ലെയിം റെഡിൻ്റെ കളറ് പൂമ്പൊടി ഭയങ്കര ഭംഗിയുള്ള സാധനമാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അങ്ങനെ എൻ്റെ ഇവിടെ നിൽക്കുന്ന ഗ്രാഫ്റ്റഡ് ഒരു റൂബിയുടെ കഥ. ഇതൊന്നുമല്ല, എൻ്റെ മറ്റേ കൊല്ലവിളത്തെ വീട്ടിൽ നല്ലോണം റൂബി ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റൂബി റെഡ് എന്ന് പറയുന്ന വെറൈറ്റി പടർത്തി വിടാനായിട്ട് ഇപ്പോൾ പന്തലിലൊക്കെ നമ്മളിപ്പം ആർച്ചിലൊക്കെ പടർത്തി വിട്ട് ഫ്ലവർ ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പടരുകയും ചെയ്യും, നന്നായി പൂക്കുകയും ചെയ്യും. ഏറ്റവും നല്ല പൂക്കുന്ന വെറൈറ്റിയാണ് ഇപ്പോഴത്തെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഏറ്റവും നല്ല പേരുള്ള ഈ റൂബി റെഡ് എന്ന് പറയുന്നത്.